കൊഞ്ചലിന്റെ ചിങ്കാര ചന്തം വിരിഞ്ഞ സംഗീത സർഗവേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. ചിരിമണി കൊഞ്ചൽ കിലുങ്ങുന്ന പാട്ടിന്റെ പ്രിയ വിരുന്നിലേക്ക് ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്. നമ്മുടെ ഒരു ഫാമിലി മെമ്പർ തന്നെ ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള നമ്മുടെ സ്വന്തം രമ്യ ചേച്ചിയാണ്. അപ്പൊ നമുക്ക് വിളിക്കാം അല്ലേ? വിളിക്കൂ. വെൽക്കം രമ്യ ചേച്ചി. സ്റ്റൈലൊക്കെ ആയാലോ? ഓ, ഞാൻ അങ്ങോട്ട് പറയാൻ വരെയുള്ളൂ. രമ്യ നമസ്കാരം. നമസ്കാരം. എന്തോ സ്റ്റൈലിനെ പറ്റി പറയുന്ന കേട്ടു. മീനുകുട്ടി വേറെ ലെവല്. ഞാൻ വന്നപ്പോ എന്ത് ലെവല്? സ്വർഗവാതിൽ കടന്നു വന്ന ദേവതയോന്ന് എനിക്ക് തോന്നി. അല്ല, ഇന്നലെ ഉറങ്ങിയായിരുന്നോ? നന്നായിട്ട് ഉറങ്ങിയോ? ഉറങ്ങി കുഴപ്പമൊന്നുമില്ല, നോർമലാ. എനിക്കിപ്പോ നല്ല ബോധമുണ്ട്, പണ്ടത്തെ പോലെ. അല്ല, ഉറങ്ങിയോന്ന് ചോദിച്ചാ. മധുചേട്ട സുഖല്ലേ? അൽഫോൺസേട്ട സുഖല്ലേ? എല്ലാരും ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ? ഞാൻ നന്നായി ഉറങ്ങി. അങ്ങനെയാണെങ്കിൽ ഇത് പറയാൻ സാധ്യത. കണ്ണാടിയൊക്കെ ഒന്ന് മാറ്റ്. അപ്പൊ നിങ്ങൾ തമ്മിൽ ജഗട ഇതുവരെ മാറിയിട്ടില്ല. ഇത് അങ്ങോട്ട് തന്നാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഞങ്ങളൊക്കെ പ്രായം കുറഞ്ഞവരാ. മനസ്സിലായി. സെയിം പ്രായമാണല്ലേ? 6 വർഷമായിട്ട് ഇതേപോലെ നിൽക്കുക. കൊറേ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, എക്സലന്റ്. നമ്മള് ലാസ്റ്റ് കണ്ട മൂകാംബിയല്ലേ? അതെ, മൂകാംബി. ഞങ്ങളിങ്ങനെ കാണണ്ടാന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും എല്ലാ അമ്പലങ്ങളിലും നമ്മൾ പിന്നെ കണ്ടുമുട്ടി. കാണണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഇനി കണ്ടുപോയെന്ന് പറഞ്ഞ് അങ്ങനെ മൂകാംബിയയിൽ കണ്ടു. അപ്പൊ പറഞ്ഞു എങ്ങോട്ട് പോണു? വേറെ അമ്പലത്തിലോട്ട് പോകാൻ തോന്നുന്നു. ശരി എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പം ടക്കം തിരിഞ്ഞു വരുമ്പോ രമ്യ. ഇവിടെയും വന്നോ? ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ മുരുടേശ്വര. അവിടെ ചെന്നപ്പോ നിൽക്കുന്നു അവിടെ. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പോകാൻ തുടങ്ങി. ഇവിടെയും ഒരു പാട്ടൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ? അതെ, പാട്ടും ഡാൻസും അല്ലേ? അല്ലേ മിനുട്ടി? മോണോ ആക്ട് ആയിക്കോട്ടെ. കലാതിലകല്ലേ? അതെ, എന്നാ പിന്നെ ആ സകല കലകളും ഇവിടെ. അതെ, മാത്രമല്ല ഡാൻസ് ഉണ്ട്. മധുവിന്റെ സ്പെഷ്യൽ ഡാൻസ് ഉണ്ട്. ചേച്ചി കണ്ടിട്ടില്ലല്ലോ? ഞാൻ കാണിച്ചുതരാം. അതും കൂടെ ഒരു കിഡില. അത് മറ്റേ വെളിച്ചപ്പാട് കയറി ഇവിടുന്ന് അങ്ങ് ഇറങ്ങുന്നേ. പിന്നെ അവിടെ ചെല്ലുന്ന അവിടെ കൊറേ നേരം എനിക്ക് കാണിച്ചു തരും. ഞാൻ പ്രമോഷൻ അപ്പൊ രമ്യ, നമുക്ക് പാട്ടും ഡാൻസും എല്ലായിട്ട് ഒരു ആഘോഷം നിറഞ്ഞ ഒരു എപ്പിസോഡ് നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. നമ്മള് ടോപ്പ് സിംഗറിൽ വന്ന സെലിബ്രേഷനേ ഉള്ളൂ, അതിന് മേലെ ഒന്നുമില്ല. ടോപ്പ് സിംഗർ സമം സെലിബ്രേഷൻ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ സ്പെഷ്യൽ ജഡ്ജസിന്റെ ഡാൻസ് കാണാം. ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ ഡാൻസ്? ഇല്ല, എനിക്ക് മധുചേട്ടന്റെ ഡാൻസ് ആണ് കണ്ടിട്ടില്ലല്ലോ. കാണിച്ചു തരും. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു യുവർ സീറ്റ്. ഇന്ന് ശ്രീകുണ ചേട്ടന്റെ ഡാൻസ് ഉണ്ട്. ഇന്നൊരു കലക്ക് അൽഫോൺസ് കളിക്കില്ലേ? നമ്മുടെ MG അങ്കിളുടെ കുറച്ച് മനോഹര ഗാനങ്ങൾ ടോപ്പ് സിംഗറിലെ കുട്ടികൾ എല്ലാരും കൂടെ വേദിയിൽ പ്രസന്റ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് MG അങ്കിളിനെ കൂടെ വേദിയിലേക്ക് വിളിക്കാം അല്ലേ? വെൽക്കം MG അങ്കിൾ.
കേട്ടു ഞാൻ മൊഴികളിൽ വാചാലമായി നൊമ്പരം. ഓ ഗോപുര പൊൻകോടിയിൽ അമ്പലപ്രാവിൻ മരം പാടുന്നൊരാരാധന മന്ത്രം. ഓ കേട്ടു ഞാൻ മൊഴികളിൽ വാചാലമായി നൊമ്പരം. വെൺമതിതല ചൂടും വെണ്ണിൻ ചാരുതയിൽ പൂഞ്ചിറകുകൾ നേടി വാനിൽ അതിരുകൾ തേടി പറന്നേറുന്നു മരമറന്നാടുന്നു. സ്വപ്നങ്ങൾ നെയ്തും നവരത്നങ്ങൾ നെയ്തും സ്വപ്നങ്ങൾ നെയ്തും നവരത്നങ്ങൾ നെയ്തും അറിയാതെ അറിയാതെ അമൃത സരസിൻ കരയിൽ പൊൻവീണേ എന്നുള്ളിൽ മൗനം ആകൂ. ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. പുഞ്ചിരഞ്ചി കൊഞ്ചിക്കോ മുന്തിരി മുത്തുകൾ ചിന്തിക്കോ മഞ്ചരി വർണ്ണ സുന്ദരി വാവേ താങ്കൾ നക്കത്തകതിരിയാകും തങ്കരിലാവേ. പുഞ്ചിരഞ്ചി കൊഞ്ചിക്കോ മുന്തിരി മുത്തുകൾ ചിന്തിക്കോ മഞ്ചരി വർണ്ണ സുന്ദരി വാവേ താങ്കൾ നക്കത്തകതിരിയാകും തങ്കരിലാവേ. തങ്ക കുലുസല്ലേ കുറുകും കുയിലല്ലേ മാരനുമയിലല്ലേ. തങ്ക കുലുസല്ലേ കുറുകും കുയിലല്ലേ മാരനുമയിലല്ലേ. സാനിധ നീധമാ മഗധനി സഗമാ. ഹാപ്പി ബർത്ത്ഡേ ശ്രീകുട്ട. താങ്ക് യു സോ മച്ച്. ഈ എപ്പോഴും സർപ്രൈസുകളുടെ ഒരു ലോകമാണ് ടോപ്പ് സിംഗർ. ഈ പാട്ടെടുക്കുന്നു എന്ന് പറഞ്ഞു, പക്ഷേ പാട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഇവിടെ വരുന്നെന്നുള്ള കാര്യം അറിഞ്ഞില്ല. മാത്രമല്ല രണ്ടും പറഞ്ഞു വെച്ച പോലെ ഒരേ ഡ്രസ്സും, റെഡ് ആൻഡ് റെഡ്. അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മനസ്സിന്റെ അടുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനിന്ന് ഈ ഷർട്ട് ഇടാനിരുന്നല്ല. കാരണം ഇത് വാങ്ങിയപ്പോ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, ഇത് നിങ്ങൾക്ക് അത്ര ചേരത്തില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ഞാനത് വാങ്ങിച്ചു. എനിക്ക് തോന്നി ഇത് ക്യാമറയ്ക്ക് നന്നായിരിക്കുമല്ലോ, കാരണം നമ്മൾ ചാനൽ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ വാങ്ങിച്ചു. പക്ഷെ കണ്ടില്ലേ ഇട്ടുകൊണ്ട് വന്നത്. അതെ, ഇന്ന് കാലത്തെ നേരത്തെ എവിടെ പോയി, അമ്പലത്തിലൊക്കെ പോകും ഡെയിലി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എവിടാണ് പോകുന്നത്. ഇപ്പോഴാണ് മനസ്സിലായത് എനിക്ക് പൂക്കളും ഒക്കെ വാങ്ങിക്കാൻ പോയതാണെന്ന് മനസ്സിലായി. സന്തോഷം, ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള കലാസ്നേഹികൾക്ക്, എന്നെ സ്നേഹിക്കുന്നവർക്കും എൻ്റെ പാട്ടിനെ സ്നേഹിക്കുന്നവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഒരു ജന്മദിനം കൂടി കടന്നു പോവുകയാണ്. മിക്കവാറും എല്ലാ എൻ്റെ ബർത്ത്ഡേയ്സും ടോപ്പ് സിംഗറിലാണ് സംഭവിക്കാറ് പതിവ്. അത് മനഃപൂർവ്വമല്ല, ഇറ്റ് ഹാപ്പൻസ് സോ. അതിന് എനിക്ക് ഫ്ലവേഴ്സിനോടും അതുപോലെ
ഞങ്ങളുടെ എല്ലാമായിട്ടുള്ള നമ്മുടെ ടീം ലീഡർ സിന്ധുവിൻ്റെ അടുത്തും പിന്നെ എല്ലാവരുടെ അടുത്തും ജഡ്ജസ് ആയാലും ക്രൂസ് ആയാലും നമ്മുടെ ടോപ്പ് ബാൻഡ് ആയാലും പിന്നെ നമ്മുടെ പിള്ളേർ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം അസറ്റാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എന്നിൽ ഭാഗ്യം കാണുന്നത് എനിക്ക് ഇങ്ങനൊരു ബർത്ത്ഡേ എൻ്റെ കൊച്ചു കുട്ടികളുടെ കൂടെ നിന്നുള്ള ബർത്ത്ഡേയും പിന്നെ ഈ സസ്പെൻസും പിന്നെ എന്നെ കാത്തു സംരക്ഷിക്കുന്ന എൻ്റെ ഭാര്യ ലേഖ. കാരണം എപ്പോഴും ഒരു താങ്ങും തണലുമായിട്ട്, കാരണം നമ്മുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുവയ്ക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മുമ്പോട്ടുള്ള യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കുകയും പറഞ്ഞു തരുന്നതും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും മുട്ടുമൊക്കെ എങ്ങനെ പോകുന്നതും പിന്നെ യാത്രകളും അങ്ങനെയൊക്കെയുള്ള എല്ലാം കൂടെ സമ്മിശ്രമായിട്ടുള്ള ഒരു ജീവിതമാണ് ഞങ്ങളുടെ. എന്തായാലും എല്ലാവർക്കും, ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. വീണ്ടും ഒരു വർഷം കടന്നുപോയി. ഇനിയും നിങ്ങളെല്ലാവരും എൻ്റെ വരും കാലങ്ങളിലുള്ള മ്യൂസിക് ഡയറക്ഷനായാലും പാട്ടായാലും സംഗീത കച്ചേരികളായാലും എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കുകയും പ്രാർത്ഥനയും, അതാണ് ഏറ്റവും വലുത്. കാരണം ഒരു കലാകാരന് വേണ്ട ഒരു കാര്യം നിങ്ങളുടെ എല്ലാം കയ്യടി മാത്രമല്ല, പ്രാർത്ഥന. ആ പ്രാർത്ഥനയുണ്ടെങ്കിലേ നമ്മുടെ ശബ്ദം മുമ്പോട്ട് കൊണ്ടുപോകാൻ, ഇന്നും പാടാൻ കഴിവ് തരുന്ന ആ പ്രോത്സാഹനം, നമുക്ക് ഒരു കയ്യടി കിട്ടുമ്പോഴാണ് നമുക്ക് പാടാനായിട്ടൊരു പ്രചോദനം തരുന്നത്. ആ പ്രചോദനം തരുന്ന എല്ലാ നല്ലവരായ എല്ലാ വ്യക്തികൾക്കും, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലല്ല ഒരു കാര്യവും, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ദർ ഇസ് എൻ അൾട്ടിമേറ്റ് പവർ, ഒരു ശക്തി. ആ ശക്തി ഏതോ ആയിക്കോട്ടെ, ആ ശക്തിക്കും ഞാൻ നന്ദി പറയുന്നു. വീണ്ടും പാടാനുള്ള ഒരു ശക്തി തരും എന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ലവ്ലി ബർത്ത്ഡേ വിഷസ് ഫ്രം ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോ എപ്പോഴും ശ്രീകുട്ടൻ ചേട്ടനാണ് ഇവിടുത്തെ പൂക്കുറ്റിയുടെ ആള്. അതെ, ഇന്ന് ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയാണ്. അപ്പോ ശ്രീകുട്ടൻ ചേട്ടന് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ദൈവം ഇനിയും താങ്ക് യു. ഇഷ്ടംപോലെ പാട്ടുകളും അതുപോലെ തന്നെ എല്ലാ നന്മകളും സർവൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യവും ദൈവം Thank you, പ്രദാനം Madhu. ചെയ്യട്ടെ എന്ന് ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോ അടി ഒരു ഹാപ്പി ബർത്ത്ഡേ പൂക്കുറ്റി. ശ്രീകുട്ടൻ ചേട്ടാ, ഹൃദയം നിറഞ്ഞ പ്രാർത്ഥന. താങ്ക് യു. താങ്ക് യു. ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ സാന്നിധ്യം ത്രൂ ഔട്ട് ഇനി ഉണ്ടാകട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. യെസ് MG സാർ, ചേച്ചി, എന്താ പറയുക, നിങ്ങളിങ്ങനെ സന്തോഷത്തോടെ കാണുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. സമാധാനവും സന്തോഷവും പാട്ടുകളും യാത്രകളുമായിട്ടുള്ള ജീവിതം ഇനിയും മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ആ സന്തോഷം എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. താങ്ക് യു. താങ്ക് യു ജമീൽ. മനസ്സിൽ സ്നേഹവും പ്രണയവും വാത്സല്യവും നൊമ്പരവും വിടർത്തിയ ഒട്ടനവധി മധുര ഗാനങ്ങൾ, മനസ്സിനെ ആഘോഷത്തിന്റെ പൂന്തേരിലേറ്റി മായിക ലോകത്തേക്ക് എത്തിച്ച ഒട്ടനവധി പ്രിയ മധുര ഗാനങ്ങൾ, ഇതൊക്കെയും നമ്മുടെ കാതിലും മനസ്സിലും പകർന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട ശ്രീരാഗം, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട MG അങ്കിൾ, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ. ഇന്ന് നമ്മുടെ MG അങ്കിളുടെ പിറന്നാൾ ദിനമാണ്. സർവേശ്വരൻ ആയുരാരോഗ്യ സൗഖ്യമേകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട MG അങ്കിളിന് സ്നേഹം നിറഞ്ഞ ജന്മദിനാശംസകൾ. സ്നേഹ സംഗീത വേദിയിൽ പ്രേക്ഷകർക്കായി ഇതാ ഒരു മനോഹര ഗാനം. കസ്തൂരി 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 എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ നിൻമിരി മാറത്ത് പടരാൻ മോഹം നീ പട്ടുടുത്തു പൊട്ടു തൊട്ടു മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി എന്റെ കസ്തൂരി
ചുണ്ടിലെ ചേലിൽ ഗോമാമ്പഴത്തുണ്ടു ഞാൻ കണ്ടു. കോമള കവിളിലെ ചോപ്പിൽ കാട്ടു തക്കാളി ചന്തവും കണ്ടു. നിന്റെ പൊന്നാര വാക്കിൽ മയങ്ങി നൂറുമുത്തമിട്ടണയ്ക്കുവാൻ ദാഹം. അയ്യോ മാരനായി നീ വരും നേരമാ കൈകളിൽ പച്ചകുത്തു പോലെ ചേർന്നുറങ്ങണം. അയ്യേ നീ കുളിരുകോരി എന്നെ ഇന്നുണർത്തി വെച്ചതെന്തിനെന്റെ മച്ചാനെ, എങ്ങനെ? പൊന്നു മച്ചാനെ, ഓഹോ. നിൻവിരി മാറത്ത് പടരാൻ മോഹം. കസ്തൂരി എന്റെ കസ്തൂരി ആഹാ. അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ. ചെമ്പനീർ പൂവായി വിരിഞ്ഞാൽ മഞ്ഞുതുള്ളിയായി നിന്നിൽ ഞാൻ വീഴും. എങ്ങനെ എങ്ങനെ? കുഴലുമായി പന്തലിൽ വന്നാൽ തകിടത്തകിടറി താരമായി മാറും. പൂമരം ചുറ്റി നീ കൊഞ്ചുവാൻ വന്നെങ്കിൽ പൂമാല പോലെ ഞാൻ പുണരും. ഓഹോ. മുല്ലയും പിച്ചിയും ചൂടി നീ നിന്നെങ്കിൽ പൂമണം പോലെ നിന്നെ മൂടും. നീ പട്ടുടുത്തു പൊട്ടു തൊട്ടു മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി എന്റെ കസ്തൂരി ആഹാ. അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ. മച്ചാനെ, പൊന്നു മച്ചാനെ, ഓഹോ. നിൻവിരി മാറത്ത് പടരാൻ മോഹം. നീ പട്ടുടുത്തു പൊട്ടു തൊട്ടു മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ വാ വാ. മച്ചാനെ, പൊന്നു മച്ചാനെ, ഓഹോ. നിൻവിരി മാറത്ത് പടരാൻ മോഹം. ഈ പാട്ട് വരുന്നിൽ നമ്മുടെ മധു അങ്കും കൂട്ടുകാരും ഒത്തുള്ള ഒരു മനോഹര ഗാനം കേട്ടാലോ? സുന്ദരി ഒന്നൊരുങ്ങിവാ, നാളെയാണ് ചിറകടിച്ചു നീ പലയിടങ്ങളിൽ പറക്കണം സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം.
ഗമധാനിസ. ആരോരുമില്ലാത്ത കാലത്തു നീ എന്റെ ചാരത്തു വന്നെങ്കിലും സുന്ദരി, താഴത്തും വയ്ക്കാതെ തോളത്തും വയ്ക്കാതെ മീനാക്ഷിയായ എന്നിൽ നീ. ആരോരുമില്ലാത്ത കാലത്തു നീ എന്റെ ചാരത്തു വന്നെങ്കിലും സുന്ദരി, താഴത്തും വയ്ക്കാതെ തോളത്തും വയ്ക്കാതെ മീനാക്ഷിയായ എന്നിൽ നീ. പാലാഴിയിലാറാടിയ പൂവമ്പിളി നീ എങ്ങനെ പാവങ്ങളുടെ പഞ്ചാമൃതമായി. സുന്ദരി ഒന്നൊരുങ്ങിവാ, നാളെയാണ് താലിമംഗലം. തുണ്ടോട്ടമോടുന്നോരോട്ടോ കുടുംബത്തിനുണ്ടായ സൗഭാഗ്യമേ സുന്ദരി, കന്നിക്ക് ഞങ്ങൾക്ക് പഞ്ഞത്തമേകാത്ത മാതാന പൂർണേശ്വരി. സുന്ദരി ഒന്നൊരുങ്ങിവാ, നാളെയാണ് താലിമംഗലം. സുന്ദരി ഒന്നൊരുങ്ങിവാ, നാളെയാണ് താലിമംഗലം. നീയും വരന്റെ പെങ്ങളായി നിന്നു വേണം ചടങ്ങുമോടിയാക്കുവാൻ. മധുവിധുവിനു ചിറകടിച്ചു നീ പലയിടങ്ങളിൽ പറക്കണം. സുന്ദരി ഒന്നൊരുങ്ങിവാ, നാളെയാണ് താലിമംഗലം. സുന്ദരി ഒന്നൊരുങ്ങിവാ, നാളെയാണ് താലിമംഗലം. നാളെയാണ് താലിമംഗലം, നാളെയാണ് താലിമംഗലം, നാളെയാണ് താലിമംഗലം, നാളെയാണ് താലിമംഗലം, നാളെയാണ് താലിമംഗലം. ആ ചേച്ചി വളരെ നന്നായിട്ട് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പാട്ടാണ്. അതെ, കുറേ വർഷങ്ങൾക്ക് ബാക്കിലോട്ട് ഞാൻ പോയി ഈ പാട്ട് എനിക്ക് കേട്ടിട്ട്. വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാ അത്, ശ്രീകുട്ടി ചേട്ടൻ പാടിയതില്. ആ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അല്ലേ, സുന്ദരി എന്ന് പറയുന്ന ഒരു ഓട്ടയാണ്. അതെ, പക്ഷേ അതെ. എങ്കിലും നന്നായിട്ടുണ്ട്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. താങ്ക് യു. വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഈ സമയത്ത് പാടിയത് വളരെയധികം. അതെ, ശ്രീകുട്ടൻ ചേട്ടനുള്ള ഒരു ബർത്ത്ഡേ പ്രസന്റ് ആണ്. ആണ്. ഒരു ഓ, ചെറിയ okay, ബർത്ത്ഡേ okay. പ്രസന്റ്. Thank you so അതൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കും ശ്രീകുട്ടൻ ചേട്ടാ. താങ്ക് യു സോ മച്ച്. നമ്മുടെ ടോപ്പ് സിംഗർ വേദിയിൽ MG അങ്കിളിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ കൂട്ടുകാർ ഒരു മനോഹര ഗാനം ആലപിക്കുകയാണ്. നമുക്ക് ആസ്വദിക്കാം. ശാന്താകാരം സരസിജനയനം വന്ദേഹം ചിന്മയരൂപം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേരി മംഗളാരവം ദ്രുതതാളം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേരി മംഗളാരവം ദ്രുതതാളം. മധുര മുരളിയുണരു പ്രണയഭരിത കവിതയുണരു മനസ്സു നിറയു മധുര ഹരിത മതമഹോത്സവം. മരവീണക മൃദുമാണികൾ മതമൊടു തിരുവടി തൊടുതിട് ശ്രുതി ചേരണം അലിവോടതിൽ അനുപദമഴക മതിമുഖി മമ സഖിമയിൽ നടയിവളുടെ നടനം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേരി മംഗളാരവം ദ്രുതതാളം 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 ദ്രുതതാളം.
മുഹമ്മദ് സലാം സലാം യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ ദിൽ ദിൽ ജാസിം ഖാലിദ് അൽ മുബാറക് സലാം സലാം യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ ചുവടുകൾ തത്തിയഴകൊടു തളകൾ തരള മധുരരവമൊടനുപദമിളകി കനകഞ്ഞൊറികളലകളുതിരുകയായി ഏതു കേളി നൃത്തമാടാൻ വന്നു നീ നീലാകാശം കൂടാരം കെട്ടിത്തന്നു പാടിപ്പാടാനാലോലം നീയും വന്നു തണലുകൾ തേടി കണ്ണീർ തേടി പുതുകതിർ വയലുകൾ തിരയണ കിളിമകളെ ചുവടുകൾ തത്തിയഴകൊടു തളകൾ തരള മധുരരവമൊടനുപദമിളകി കനകഞ്ഞൊറികളലകളുതിരുകയായി ഏതു കേളി നൃത്തമാടാൻ വന്നു നീ കലികാലം തീരാ
തനിച്ചിരുന്നുറങ്ങുന്ന വെങ്കിടേശ. വെങ്കിടേശ MG ഞങ്ങളുടെ ബർത്ത്ഡേ സ്പെഷ്യൽ എപ്പിസോഡൊക്കെ ആയിട്ട് നമ്മുടെ അൽഫോൺ സാറിന്റെ ഒരു പാട്ടും കൂടി ഉണ്ട്. സോ നമുക്ക് സാറിനെ വെൽക്കം ചെയ്യാം. വെൽക്കം. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി. 1000 കൈ നീട്ടി നിന്നു സൂര്യതാപമായി താരന്റെ ശോകം. വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു. കനിവേകുമീ വെൺമേഘവും മഴനീർക്കിനാവായി മറഞ്ഞു. ദൂരെ ഉള്ളോർക്കുടം കേണുറങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. പാട്ടായി വിതുമ്പി മഞ്ഞു പൂഞ്ചോലയെന്തോ തിരഞ്ഞു. ആരെയോ തേടി പിടഞ്ഞു. കാറ്റുമൊരു പാടുനാളായലഞ്ഞു. പൂന്തന്നലിൽ പൊന്നോളമായി ഒരു പാഴ്കിരീടം മറഞ്ഞു. കഥനങ്ങളിൽ തുണയാകുവാൻ വെറുതെയൊരുങ്ങുന്ന മൗനം എങ്ങോ ഉള്ളോർക്കുടം പോലെ വിങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി.
നമ്മുടെ MG അങ്കിളുടെ ഈ ബർത്ത്ഡേ സ്പെഷ്യൽ എപ്പിസോഡിൽ ഇനി ഒരു കിഡിലൻ പെർഫോമൻസ് കാണാം. Happy birthday to you. Happy birthday to you. Happy birthday dear Srikutan Chetan. Happy birthday to you. May the good God bless you. May the good God bless you. May the good God bless you, dear. Happy birthday to you. സന്തോഷ ജന്മദിനമേട്ടന്, സന്തോഷ ജന്മദിനമേട്ടന്. താങ്ക് യു സന്തോഷ ജന്മദിനം ഏട്ടന്. താങ്ക് യു ഏട്ടന് ഏട്ടന് ഏട്ടന്. താങ്ക് യു അങ്കിൾ. താങ്ക് യു. അൽഫോൻസ് അങ്കിൾ ആൻഡ് മധു അങ്കിൾ. രമ്യ ആന്റി. താങ്ക് യു മോളു. സൂപ്പർ ക്ലൈമാക്സ്. ഈ ആഘോഷത്തിൽ സർപ്രൈസ് ആയിട്ട് ചേച്ചിയും വന്നിരിക്കുകയാണ്. റിയലി അതെ. ബിഗ് സർപ്രൈസ്. അതെ ശരിക്കും. കാരണം മധുവിന്റെ എന്തോ ഒരു ഞാനത് വൈഫ് ഓർക്കാണ്. വന്നപ്പോ മണത്ത് പറഞ്ഞു, എന്റെ വൈഫ് വരുന്നുണ്ട്, അതേ ഞാൻ മണക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതില് രണ്ടിലും എനിക്ക് ഉണ്ടാവാനുള്ള ഭാഗ്യം സാക്ഷിയാണ്. ഉണ്ടായി. അതെ. അതാണ്. ഇതിൽ രണ്ടിലും സാക്ഷിയാണ്. എന്തോ അതെ. ഞാനൊരു അല്ല രമ്യ ലക്കി ഫാക്ടർ ആണെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ. അപ്പൊ എന്തായാലും ചേച്ചിയുടെ വന്ന സ്ഥിതിക്ക് ശ്രീകുട്ടൻ ചേട്ടൻ ചേച്ചിക്ക് വേണ്ടി എപ്പോഴും പാടുന്ന അല്ലെങ്കിൽ പാടാൻ ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു ഗാനം ഒന്ന് സമ്മാനിച്ചാലും ചേച്ചിക്ക് മധു എന്ന് ഏത് പാട്ടാ ഒരു റിട്ടേൺ ഗിഫ്റ്റ്. അത് കൊടുക്കാം. ഒരു return മധു എന്ന് ഏത് പാട്ടായിരുന്നു പാടി ഓർമ്മയില്ലേ? ഒരു ദളം മാത്രം. എന്നാ ഞാൻ മാറ്റിപ്പിടിക്കാം. മാറ്റിപ്പിടി. ഞാനും അത് പാടാൻ പോവായിരുന്നു. ആണോ? ഹൃദയ സരസിലെ പ്രണയ പുഷ്പ ശ്രീകുട്ടൻ ചേട്ടാ ഭാര്യയൊക്കെ ഇവിടെ വന്നേക്കല്ലോ, ഒന്ന് സ്നേഹിച്ചൊക്കെ പാട്. ഡാൻസ് ചെയ്യണം. കുറച്ച് വികാരം. ഡാൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡാൻസ് ചെയ്തോ. വേണം ഞങ്ങൾക്ക് വേണം. അതെ ഒന്ന് കാണട്ടെ. എനിക്ക് വേണ്ട. ചേച്ചിക്ക് പേടിയായി. ചേച്ചി നൃത്തം കണ്ടാ മതി. അയ്യോ പക്ഷേ കാണുക വേണ്ട. ജീവിതത്തിൽ ഏറ്റവും കാണുക ആഗ്രഹിച്ചത് വേണ്ട. നൃത്തം പഠിക്കാനാണ് ആഗ്രഹിച്ചത്. ആണല്ലേ? അപ്പൊ ചേച്ചി ചേച്ചിക്ക് നന്നായിട്ട് വേണമെങ്കിൽ- ചേരുമായിരുന്നു. അല്ല എനിക്ക് നൃത്തം പഠിക്കാൻ ശ്രീകുട്ടന്റെ ഡാൻസ് ഒരിക്കലും അല്ല ചേച്ചി അല്ല നൃത്തം പഠിച്ചു. അങ്ങനെ വേണ്ട, മധുവിന്റെ ഡാൻസ് കാണണോ?
വേണ്ട. നന്നായി ചേച്ചി, താങ്ക് യു അത് ചേച്ചി. ചേട്ടൻ ഡാൻസ് കളിക്കും. ചേച്ചിയാണ് ചേച്ചി. താങ്ക് യു. ഗ്രേറ്റ് ഡാൻസർ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. ആഹാ, ആഹാ ആഹാ, കലക്കി കലക്കി. ആഹാ, എന്താണ് സ്നേഹം. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓക്കെ അല്ലേ? ഉഗ്രൻ ഉഗ്രൻ. ഡാൻസിന് ഡാൻസ്, അതെ, പാട്ടിന് പാട്ടും. സ്നേഹത്തിന് സ്നേഹം. ഇനി എന്നെ കൊണ്ട് എന്തെങ്കിലും കൂടുതൽ ചെയ്യിപ്പിക്കണോ? വേണ്ട. മതിയല്ലേ? ഇനി രണ്ടുപേരും ആ. ഈ സോഫയിലേക്ക് വന്നിരുന്നാലും അപ്പൊ ഇന്ന് നമ്മുടെ പ്രേക്ഷകരൊക്കെ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മുടെ MG അങ്കിളുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ഒരു എപ്പിസോഡായിരുന്നു. MG അങ്കിളുടെ മിക്ക ബർത്ത്ഡേസും നമ്മൾ ടോപ്പ് സിംഗറിൽ പ്രേക്ഷകരും ഒക്കെ ആയിട്ട് ഒരുമിച്ച് ആഘോഷിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ലേഖ ആൻറ്റിയും ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. മൊത്തത്തിലൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു. സോ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം വീണ്ടും കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ടാറ്റാ ബൈ, സീ യു.